ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്, നമസ്കാരം. ഐ ആം വൈക്കം വിജയലക്ഷ്മി. അതായത് ഞാൻ ജനിച്ചത് 1981 ഒക്ടോബർ 7 വിജയദശമി നാളിലാണ്. അപ്പോൾ അങ്ങനെയാണ് വിജയലക്ഷ്മി എന്ന് എനിക്ക് പേര് വന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മ സരോജിനി അമ്മയാണ് അങ്ങനെ പേര് നൽകിയത്. വിജയദശമി നാളിൽ ജനിച്ചതുകൊണ്ട് വിജയലക്ഷ്മി എന്ന പേര് നൽകിയത്. ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒരു മകളേ ഉള്ളൂ. അമ്മയുടെ പേര് വിമല, അച്ഛൻ്റെ പേര് വി മുരളീധരൻ. അപ്പോൾ ഞങ്ങൾ 5 വർഷമായിട്ട് ചെന്നൈയിലായിരുന്നു. അപ്പോൾ അച്ഛനവിടെ ഇലക്ട്രോണിക് ബിസിനസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയതാണ്. അപ്പോൾ 1.5 വയസ്സിൽ ഞാൻ പാടുമായിരുന്നു. ഈ സിന്ധു ഭൈരവി എന്നുള്ള സിനിമയിലെ ചിത്രചേച്ചി പാടിയ ഞാനൊരു സിന്ധു കാവടി ചിന്ത് എന്നുള്ള ഗാനമാണ് ആദ്യമേ പാടി തുടങ്ങിയത്. അപ്പോഴാണ് സംഗീതത്തോട് അഭിരുചിയുണ്ടെന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. എനിക്ക് വേണ്ട പ്രചോദനങ്ങൾ നൽകി. 5 വയസ്സിൽ ഇവിടെ ഞങ്ങൾ വൈക്കത്ത് വന്നു. അപ്പോൾ ആദ്യമേ ഞാൻ കാസറ്റ് കേട്ടുള്ള പഠനമായിരുന്നു ദാസേട്ടൻ്റെയും. അപ്പോൾ അതുപോലെ എനിക്ക് ദാസേട്ടനെ കാണണം, സംസാരിക്കണം, ദാസേട്ടന് മുമ്പിൽ പാടണം, ദക്ഷിണ സമർപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ കാസറ്റ് കേട്ട് ദാസങ്ങളുടെയും MS സുബ്ബലക്ഷ്മി അമ്മയുടെയും ബാലമുരളി സാറിൻ്റെയും എല്ലാവരുടെയും ഈ പ്രശസ്തരായ എല്ലാ സംഗീതജ്ഞന്മാരുടെയും കാസറ്റുകൾ കേട്ടാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. 6 വയസ്സിൽ ദാസേട്ടൻ വൈക്കം TB ഹാളിൽ ഗാനമേള അവതരിപ്പിക്കാനായിട്ട് വന്നു. അപ്പോഴെൻ്റെ ആഗ്രഹം സഫലമായി. അപ്പോൾ ആഗ്രഹം സാധിച്ചു തന്നത് മാതൃഭൂമിയുടെ ലേഖകനായ ഞങ്ങളുടെ കുടുംബ സുഹൃത്തും എൻ്റെ മാമനുമായ യു ലഹന്നൻ, അത് കുഞ്ഞച്ചമ്മാവനും പ്രതാപൻ ചേട്ടൻ പാട്ട് പാടുന്ന പ്രതാപൻ ചേട്ടനുമാണ് ദാസേട്ടനെ കാണാനുള്ള അവസരം നൽകിയത്, ഗുരുദക്ഷിണ സമർപ്പിക്കാനും. അപ്പോൾ ഞാനവിടെ പോയി ഗുരുദക്ഷിണ സമർപ്പിച്ചു. ആദ്യമേ ശാസ്ത്രീയ സംഗീതം തോടി രാഗത്തിലുള്ള അദ്ദേഹം തന്നെ ആരംഭിച്ച തായ യശോദ ദാസേട്ടൻ്റെ മുമ്പിൽ പാടി. അപ്പോൾ അദ്ദേഹം 2 മണിക്കൂർ എന്നോടൊപ്പം സന്തോഷമായിട്ട് ചിലവഴിച്ചു. അദ്ദേഹം എന്നെ മടിയിലിരുത്തി ലാളിക്കുകയൊക്കെ ചെയ്തു. 6 വയസ്സിൽ ലാളിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം സന്തോഷമായിട്ട് ദക്ഷിണ സ്വീകരിച്ചു. ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം വൈക്കം ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. അരങ്ങേറ്റത്തിന് ശേഷമാണ് 7 വയസ്സ് മുതൽ ഗുരുമുഖത്തു നിന്ന് സംഗീതം അഭ്യസിച്ചു തുടങ്ങി. എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്പലപ്പുഴ തുളസി ടീച്ചറായിരുന്നു. ടീച്ചറാണ് എന്നെ താളമിട്ട് സംഗീതത്തിൻ്റെ അടിസ്ഥാനവും പഠിപ്പിച്ചത്. താളമിട്ട് സപ്തസ്വരങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നത്. അതിനു മുമ്പ് അച്ഛൻ്റെ അമ്മയും പഠിപ്പിക്കുമായിരുന്നു. അച്ഛനും പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും പാടും. ഞങ്ങളൊക്കെ സംഗീത കുടുംബമാണ്. അച്ഛൻ്റെ അമ്മയും നന്നായിട്ട് പാടുമായിരുന്നു. പക്ഷേ കച്ചേരിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്പലപ്പുഴ തുളസി ടീച്ചർ, അതിനുശേഷം വൈക്കം സുമ ടീച്ചർ പഠിപ്പിച്ചു. വൈക്കം പ്രസന്ന ടീച്ചർ, പിന്നെ തൃപ്പൂണിത്തുറ വിൻസെൻ്റ് മാഷ്, അദ്ദേഹമാണ് പിന്നീട് മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചറിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അവിടെ കൊണ്ടുചെന്നു. അപ്പോൾ മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, മാവേലിക്കര P സുബ്രഹ്മണ്യ സാർ, ശ്രീ നെടുമങ്ങാടി ശിവാനന്ദൻ സാറിൻ്റെ കീഴിലാണ് സംഗീതം അഭ്യസിക്കുന്നത്. മൈ ഫേവറേറ്റ് മലയാളത്തിലെ ദാസേട്ടൻ, ചിത്രചേച്ചി, അതിന് S ജാനകിയമ്മ, വാണിയമ്മ, മാധുര്യമ്മ, P സുശീലമ്മ, എല്ലാവരെയും ഇഷ്ടമാണ്. പ്രധാനമായിട്ട് ദാസേട്ടൻ്റെ സിംഗിങ്ങിന് പ്രത്യേകത എന്ന് വെച്ചാൽ അക്ഷരസ്ഫുടത, അതുകൂടാതെ മനോധർമ്മം ചെയ്യാനുള്ള കഴിവുണ്ട്. ചിത്രചേച്ചി അതുപോലെ തന്നെയാണ്. വാണിയമ്മ ക്ലാസിക്കൽ ബേസ്, ദാസേട്ടൻ്റെ അതെ, എന്നാലും വാണിയമ്മയും ജാനകിയമ്മ, P ലീലാമ്മ, സുശീലമ്മയൊക്കെ. ജാനകിയമ്മയുടെ സംഗീതത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളുടെ ശബ്ദത്തിലും പാടും, ക്ലാസിക്കൽ ബേസിലും പാടും. വാണിയമ്മ അതുപോലെ തന്നെ. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും പാട്ടുകൾ എനിക്കിഷ്ടമാണ്. പിന്നെ ദാസേട്ടൻ്റെ ഒരു പാട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് പ്രധാനമായിട്ട് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഒരു ഗാനം തന്നെ ഞാൻ തുടങ്ങാം. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച
കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹംസനാദം എന്നുള്ള രാഗത്തിൽ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹംസനാദത്തിൽ ഒരു സന്തോഷം ജനിപ്പിക്കുന്ന രാഗമാണ്. അതുപോലെ തമിഴിൽ SP ബാലസുബ്രഹ്മണ്യ സാർ. ബാലസുബ്രഹ്മണ്യ സാറിൻ്റെ സോങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് രീതിയിലും ശോകമായാലും സന്തോഷമായാലും ഏത് രീതിയിലും പാടുവാനുള്ള കഴിവ്. അത് ഇപ്പോഴത്തെ സിംഗിങ് ന്യൂ ജനറേഷൻ സിംഗേഴ്സിന് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. ഇപ്പോൾ അണ്ണാമലയിലെ ഒരു അടിച്ചുപൊളി സോങ്ങാണ് റക്കഹട്ടി പറക്ക് ദയ്യ അണ്ണാമല സൈക്കിൾ എന്നൊക്കെ. ആ രീതിയൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. SP ബാലസുബ്രഹ്മണ്യ സാറിനെ പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് വെച്ച് ദേവരാജൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായിട്ട്, മലയാളത്തിലെ പ്രശസ്ത സംഗീത സംവിധായകനായ ദേവരാജൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായിട്ടൊരു അവാർഡ് ദാസേട്ടൻ SP ബാലസുബ്രഹ്മണ്യ സാറിന് സമർപ്പിക്കുന്നു. അവിടെ വെച്ച് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ മുമ്പിലൊരു പാട്ട് പാടാനുള്ള അവസരം ലഭിച്ചു. അത് തന്നെ ഒരു ഭാഗ്യം. അതിനുശേഷം ഞാൻ ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് നമ്പർ തന്ന ചെന്നൈയിലെ ഒരു വിനോദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കോട്ടയത്തുള്ള ഒരു കുമ്മനം ശശികുമാർ സാറിൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ സഹോദരനാണ്. വിനോദേട്ടൻ നമ്പർ തന്നു. അപ്പോൾ എനിക്ക് വിളിക്കാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. ഞാനിപ്പോൾ ലണ്ടനിലെ ഇറുക്കെ. അപ്പോൾ ഞാൻ വയ്ക്കം വിജയലക്ഷ്മി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ஞாபகம் இருக்கு, അന്നേക്ക് பார்த்ததானே എന്നെ വിശേഷം അത് നെക്സ്റ്റ് വീക്കിൽ ഞാൻ ചെന്നൈയിൽ വരുമ്പോൾ കൂപ്പിടുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. 28 വർഷമായിട്ട് ഞങ്ങൾ കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വായ്പാട്ടും ഒരു ഇൻസ്ട്രുമെൻ്റുണ്ട്, ഗായത്രി വീണ, ഒറ്റക്കമ്പിയിൽ ഇൻസ്ട്രുമെൻ്റ്, ലോകസാധ്യമായിട്ട് വായിക്കുന്ന ഒരു ഉപകരണം. അപ്പോൾ വായ്പാട്ടും ഗായത്രി വീണയുമായിട്ട് 8,000-ഓളം സ്റ്റേജായി. അപ്പോൾ 28 വർഷമായിട്ട് കച്ചേരി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ MG അജേന്ദ്ര സാറുമായിട്ട് പരിചയപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി. ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 2005 എറണാകുളത്ത് വെച്ച് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം, സംസാരിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിനുശേഷം ഐഡിയ സ്റ്റാർ സിംഗറിൽ വെച്ച് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് ഗായത്രി വീണ വായിക്കാനും പാടാനും പോയിട്ടുണ്ട്. അവിടെ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ അദ്ദേഹം ഫോണിലൂടെ എന്നെ സംഗീതം പഠിപ്പിക്കും. സാറിന് ഞാൻ മാത്രമേ ഉള്ളൂ ശിഷ്യയും മകളും അനിയത്തിയൊക്കെയാണ്. ഫോണിലൂടെ ധാരാളം കീർത്തനങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു ആത്മീയ യാത്ര എന്നുള്ള ചാനലിൽ ഞാനൊരു അമൃതവർഷിണി രാഗം ആലപിക്കുന്നത് അദ്ദേഹം കേൾക്കാനിടയായി. അപ്പോഴാണ് കമൽ സാർ ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം, ഒരു പഴയകാല ചിത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പാടാനായിട്ട് ഓപ്പണായിട്ട് പാടുന്ന ഒരു ലേഡി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജയേന്ദ്ര സാറിന് എന്നെ ഓർമ്മ വന്നു. അപ്പോൾ സാർ എന്നെ ഫോണിലൂടെ വിളിച്ചു. കഴിഞ്ഞ 2012 സെപ്റ്റംബർ 6-ാം തീയതി ആയിരുന്നു റെക്കോർഡിങ്. അദ്ദേഹം പറഞ്ഞു ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു വിജയലക്ഷ്മി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു, എന്താണ് അത്ഭുതം, ഞാൻ വിചാരിച്ചു സാറും ഫാമിലിയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതല്ല, വിജയലക്ഷ്മി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുന്നു, സിനിമയിലൊരു പാട്ട് പാടാൻ പോകുന്നു. എനിക്ക് അത്ഭുതവും സന്തോഷമായി, ഓവർ എക്സൈറ്റഡ് ആയിപ്പോയി ഞാൻ. അപ്പോൾ എനിക്ക് ഒരുപാട് അയ്യോ എന്നൊക്കെ പറഞ്ഞു, സന്തോഷം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ അയ്യോ എന്ന് വെച്ചു. അപ്പോൾ സാറിന് സന്തോഷമായി. സാറ് മിമിക്രി ആർട്ടിസ്റ്റാണ്. സാറ് ഞാൻ പറയുന്ന പോലെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. അയ്യോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോഴാണ് അപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ഓണത്തിന് ശേഷം 5-ാം തീയതി സെപ്റ്റംബർ 5-ാം തീയതിക്ക് ശേഷം ഞാൻ വിളിക്കും, വരണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സാറ് പറഞ്ഞാൽ മതി. ചെന്നൈയിൽ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെന്നൈയിൽ സാറ് പറഞ്ഞാൽ മതി, ഞാൻ എവിടെ വേണമെങ്കിലും വരാം എന്നൊക്കെ സന്തോഷത്തോടു കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ എറണാകുളത്ത് വെച്ചായിരുന്നു റെക്കോർഡിങ്, സെപ്റ്റംബർ 6-ാം തീയതി പാലാരിവട്ടത്ത് മെഗാ മീഡിയ സ്റ്റുഡിയോ, അവിടെ വെച്ചായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ MS സുബ്ബലക്ഷ്മി അമ്മയുടെ ശബ്ദം എനിക്കുണ്ട്, ശബ്ദമായിട്ട് സാമ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ശബ്ദത്തിൽ ഓപ്പണായിട്ട് തന്നെ പാടണം എന്ന് സാറ് പറഞ്ഞു തന്നു. അപ്പോൾ റെക്കോർഡിങ് സമയത്ത് എനിക്ക് സുഖമില്ലാതിരിക്കുന്ന സമയമായിരുന്നു, വയറിന് സുഖമില്ല, പിന്നെ ചുമ പനിയൊക്കെ ആയിട്ട്. സാറ് പറഞ്ഞു അതൊന്നും സാരമില്ല, ചുമയൊക്കെ അവിടെ നിൽക്കട്ടെ, നന്നായിട്ട് പാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സാറ് പോസിറ്റീവ് എനർജിയൊക്കെ തന്നു. എനിക്കവിടെ വെച്ച് ദൈവാനുഗ്രഹം കൊണ്ട് സാറിൻ്റെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് പാടാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലുള്ള ഒരു വഴിത്തിരിവാണ് സെല്ലുലോയിഡ് എന്നുള്ള സിനിമയിലെ കാറ്റേ കാറ്റേ എന്നുള്ള ഗാനം. അത് ഞാൻ പാടാം 4 വരി.
ഞാനും ശ്രീരാമേട്ടനും കൂടി ആകാശവാണി തിരുവനന്തപുരത്തെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ശ്രീരാമേട്ടൻ. ചേർത്തല ഗോപാലൻ നായർ സാറിൻ്റെ മകനാണ് അദ്ദേഹം. ക്ലാസിക്കലും പാടാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാടാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യമാണ്. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ, ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണു തണു തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ. ഫസ്റ്റ് സോങ് ഇസ് സെല്ലുലോയിഡിൻ്റെ കൺവെർഷൻ. JC ഡാനിയൽ എന്നുള്ള സിനിമ കാറ്റേ കാറ്റേ എന്നുള്ള ഗാനത്തിൻ്റെ തമിഴ് വെർഷനാണ് പാടാനുള്ള സാഹചര്യം. അത് കഴിഞ്ഞ 2013 ജൂൺ 17 ചെന്നൈയിൽ വെച്ച് ജയേന്ദ്ര സാർ എന്നെ വിളിച്ചു. അവിടെ വെച്ചായിരുന്നു റെക്കോർഡിങ്. അപ്പോഴും എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു അത് സാരമില്ല. സാറ് ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം 10,000 കച്ചേരിയൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കും, അതൊന്നും സാരമില്ല. ഞാൻ പറഞ്ഞു അതൊന്നുമില്ല സാറേ, ഞാനൊരു പ്രോഗ്രാമേ ചെയ്യാറുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സാരമില്ല. അത് പിന്നെ തമിഴ് പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ക്ലാസിക്കൽ ബേസ് ശാസ്ത്രീയ സംഗീതത്തിൽ തമിഴ്, തെലുങ്ക്, കന്നഡ ഒരുപാട് കീർത്തനങ്ങളുള്ളത് കൊണ്ട് ഞാനത് പാടുന്നത് കൊണ്ട് തമിഴ് പഠിക്കാനും ഉച്ചാരണത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തമിഴ് പാട്ട്, ആദ്യത്തെ തമിഴ് പാട്ട് അതായിരുന്നു, കാറ്റേ കാറ്റേ എന്നുള്ളതിൻ്റെ തമിഴ്. അത് ഞാൻ പാടാം. காற்றே காற்றே நீ மூங்கில் துளைகளில் கீதம் இசைப்பதென்ன, கீதம் இசைப்பதென்ன, வேணிற்காலங்களும் வேணுகானவும் தோகை விரிப்பதென்ன, தோகை விரிப்பதென்ன, மேகம் மேகம் அது போகும் வழிகளில் நெஞ்சம் மிதப்பதென்ன, பூட்டி வைத்த ஒரு பூவின் கதவுகள் காற்றில் திறப்பதென்ன, காற்றில் திறப்பதென்ன, பூட்டி வைத்த ஒரு பூவின் கதவுകൾ കാറ്റിൽ തിറപ്പതെന്ന. കുക്കു എന്നുള്ള സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ JC ഡാനിയൽ എന്നുള്ള ഈ സിനിമയുടെ ഡയറക്ടർ തമിഴിൽ ഹരീഷ് എന്നുള്ള ചേട്ടനായിരുന്നു. ചേട്ടനാണ് ഡയറക്റ്റ് ചെയ്തത്. ഞാനും ശ്രീരാമേട്ടൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. കുക്കു എന്നുള്ള സിനിമയിൽ രാജു മുരുകൻ സാർ ഡയറക്ടർ, സന്തോഷ് നാരായൺ സാർ മ്യൂസിക്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെന്നൈയിൽ വത്സരപാക്കത്ത് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ ആദ്യം രാഘവേന്ദ്ര എന്നുള്ള സാറാണ് എനിക്ക് പറഞ്ഞു തന്നത്. സന്തോഷ് നാരായൺ സാർ പാടിയെങ്കിലും രാഘവേന്ദ്ര സാർ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ശ്രുതി തന്നെ കംഫർട്ടായിട്ടുള്ള ശ്രുതിയിൽ പാടിക്കൊള്ളാൻ പറഞ്ഞു. പാടിയപ്പോൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അതിനുശേഷമാണ് ഇമാൻ സാറിൻ്റെ ഒരു എന്നമോ ഏതോ എന്നുള്ള സിനിമയിൽ. അതെന്ന് വെച്ചാൽ വിജയ് യേശുദാസ് സാറാണ് ഇമാൻ സാറിന് നമ്പർ കൊടുത്തത്. നന്ദി, അദ്ദേഹത്തിന് നന്ദിയുണ്ട്. പിന്നെ നിറ്റോ സാറുണ്ട്, അൽഫോൺ സാറിൻ്റെ അസിസ്റ്റൻറ്റ് നിറ്റോ സാർ ആണ് വിളിച്ച് പറഞ്ഞത് ഇമാൻ സാർ ഇങ്ങനെ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇമാൻ സാർ നേരിട്ട് വിളിച്ചു. എന്നമോ ഏതോ എന്നുള്ള സിനിമയിലെ പുതിയ ഉലകൈ എന്നുള്ള ഗാനം പാടാൻ. അദ്ദേഹം എറണാകുളത്ത് വന്നു. ഇമാൻ സാർ എറണാകുളത്ത് ഫ്രെഡി സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അരമണിക്കൂർ കൊണ്ട് റെക്കോർഡിങ് കഴിയുകയും ചെയ്തു. അതൊരു വലിയ മഹാഭാഗ്യമാണ്. അതിനുശേഷം പിന്നെ സബേഷ് മുരളി സാറിൻ്റെ കവാത്ത് എന്നുള്ള സിനിമയിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഇമാൻ സാറിൻ്റെ ഒരു സിനിമയിൽ കൂടി പാടി, വെള്ളക്കാരദ്വരെ. പിന്നെ കാട് എന്നുള്ള സിനിമയിൽ കൃഷ്ണകുമാർ സാറിൻ്റെ കാട് എന്നുള്ള സിനിമയിലും കൂടി മൊത്തം 6 തമിഴും 5 മലയാളവും പാടിയിട്ടുണ്ട്. പുതിയ ഉലകை തേടി പോகிறேன் என்னை വിട്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ രാഘവേന്ദ്ര സാർ പറഞ്ഞു തന്നപ്പോൾ തന്നെ കോടയിലെ മഴ പോലെ. അപ്പോൾ ആ പാട്ട് പാടിയപ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞു ഈ ഗ്രാമത്തിൽ വസിക്കുന്ന അവരുടെ പാട്ടുകളാണ്, അപ്പോൾ ആ സ്റ്റൈലിൽ പാടണം എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ നാടൻ പാട്ടുകൾ, എല്ലാ പാട്ടുകളും എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ട്
എനിക്കത് പാടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ നല്ല സുഖമായിരുന്നു. സൂപ്പർ റെക്കോർഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. The name is Gayatri Veena. It is a unique instrument. It is only one string. It is first in the world such an instrument is playing. I am 18 വർഷം 18 years 18 വർഷമായിട്ട് കച്ചേരി പണിയിട്ടിരിക്കேன். അപ്പോൾ അതുകൂടെ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ 15 വയസ്സിൽ തനിയെ പഠിപ്പിച്ചു. അതിന് ഗുരു ആരുമേ ഇല്ലേ, കടവുൾ തൻ ഗുരു സാക്ഷാൽ സരസ്വതി ദേവി. അപ്പോൾ ഞാൻ തനിയെ പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ ബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു കളിവീണ നിർമ്മിച്ചു. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു കമ്പിയിൽ നിർമ്മിച്ചു. അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി ഒരു കമ്പിയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ എന്താണെന്ന് എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ സ്പൂണ് സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ച് സപ്തസ്വരങ്ങൾ മുതലെല്ലാം അതിൽ വായിക്കാൻ തുടങ്ങി. അപ്പോൾ 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് വായ്പാട്ട് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാർ ഒരു ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഗായത്രി എന്നാണ്. അപ്പോൾ എല്ലാ വർഷവും ഓരോ മത്സരാർത്ഥികൾക്ക് സമ്മാനമുണ്ട്. ആ വർഷം എനിക്ക് ഭാഗ്യം ലഭിച്ചു. കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണത് ഒറ്റ കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച ഗായത്രി വീണയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ശ്രുതിയിലും വായിക്കാൻ സാധിക്കും. സാധാരണ വീണയ്ക്കുള്ളതുപോലെ ഫ്രെറ്റ്സ് ഒന്നുമില്ല. സ്വരസ്ഥാനം എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് വായിക്കുന്നതാണ്. പാടുന്നത് പോലെ തന്നെ അതിൽ സംഗതികളൊക്കെ വരുത്താൻ സാധിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ അതിൽ ദക്ഷിണ സമർപ്പിച്ചത് പ്രശസ്ത വയലിൻ വിദ്വാൻ ശ്രീ കുന്നുക്കുടി വൈദ്യനാഥ ഭാഗവതർ സാറാണ്. ഗായത്രി തമ്പുരു സമ്മാനം ലഭിച്ചതുകൊണ്ട് ഗായത്രി വീണ എന്ന് പേര് നൽകി. ഗായത്രി വീണയുടെ അരങ്ങേറ്റം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. ഞാൻ ഇപ്പോൾ സംഗീതത്തിൽ കൂടിയാണ് ഇപ്പോൾ കാഴ്ചയില്ല എന്നുള്ള വിഷമം നികന്നു പോകുന്നത്. അച്ഛനും അമ്മയും എപ്പോഴും കൂടെയുണ്ട്. അതുകൂടാതെ സംഗീതത്തിലൂടെയാണ് ഞാനത് മറക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയ സംഗീതം ആണ് എൻ്റെ ബേസ്. അപ്പോൾ അത് പഠിക്കുന്നതുകൊണ്ട് കാഴ്ചയില്ല എന്നുള്ള ബുദ്ധിമുട്ട് അതിൽ ഇങ്ങനെ തോന്നിയിട്ടില്ല. സംഗീതത്തെ ബാധിച്ചിട്ടില്ല. സംഗീതം പഠിക്കുന്നതിന് ഒന്നും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇളയരാജ സർ ആൻഡ് AR റഹ്മാൻ സർ ലെജൻഡ് ഓഫ് മ്യൂസിക് ഇസ് ദ ലെജൻഡ് ഓഫ് മ്യൂസിക്. പിന്നെ എല്ലാവരെയും ഇഷ്ടമാണ്. SPB സാറാണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ. അതുകൂടാതെ എല്ലാവരെയും ഹരിഹരൻ സാറ് അങ്ങനെ എല്ലാവരെയും ഇഷ്ടമാണ്. ജാനകിയമ്മ, ചിത്രചേച്ചി തമിഴിൽ പാടിയിട്ടുണ്ട്. എല്ലാ സിംഗേഴ്സിനും എനിക്കിഷ്ടമാണ്. SPB സാറ് പ്രധാനമായിട്ട്. അതെൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് ഇളയരാജ സാറ് ഒരു മേളകർത്ത അപൂർവമായ ആരും ഉപയോഗിക്കാത്തൊരു മേളകർത്ത രാഗം പാവനി എന്നുള്ള രാഗത്തിൽ ഒരു ക്ലാസിക്കൽ ബേസ് രാഗമാണ്. പക്ക ക്ലാസിക്കൽ ബേസ് ആയിട്ടുള്ള ഒരു രാഗത്തിൽ ഗുണ എന്നുള്ള സിനിമയിൽ അത് പാർത്ത വിഴി പാർത്ത പടി പൂത്ത് ഇരുക്ക കാത്തിരുന്ന കാഴ്ച ഇങ്ങ് കാണ കിടയ്ക്ക. ഇതെനിക്ക് ഒരുപാട് പ്രാവശ്യം എത്ര കേട്ടാലും മതിയാവത്തില്ല. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ്. പിന്നെ സിന്ധു ഭൈരവി എന്നുള്ള സിനിമയിൽ പാടറിയെ കൂടാതെ കനകാംഗി രാഗത്തിൽ, കനകാംഗി 1ാമത്തെ മേളാർത്ത രാഗമായ കനകാംഗി രാഗത്തിലുള്ള ഒരു സോങ് ഉണ്ട്. ദും ദം ദദന ദും ദം ദദന ദും ദം ദദന ദും ദം. അതെനിക്ക് വീണ്ടും വീണ്ടും കേൾക്കണം. ഒരുപാട് നാളായി കേട്ടിട്ട് അതും വീണ്ടും ഒന്ന് കേൾക്കണമെന്ന് ആശയർക്ക് എല്ലാവരുടെയും. എന്നാലും പ്രധാനമായിട്ട് AR റഹ്മാൻ സാർ ഇളയരാജ സാറിൻ്റെ കൂടെ പാടണമെന്ന് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ്. അത് ദൈവം സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലേണിംഗ് മ്യൂസിക്, സംഗീതം പഠിച്ചുകൊണ്ടേയിരിക്കുക. അതുകൂടാതെ പിന്നെ പ്രധാനമായിട്ട് കാഴ്ച കിട്ടുക, പിന്നെ നല്ലൊരു ജീവിതം, പിന്നെ സംഗീതത്തിൽ റിസർച്ച്, അപൂർവ രാഗങ്ങളിൽ റിസർച്ച്, പാടാതിരിക്കുന്ന രാഗങ്ങളൊക്കെ പാടി റിസർച്ച് നടത്തുക, അങ്ങനെ ഒരുപാട് പഠിക്കുക. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതിന് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ശരത് സാറ്, ദാസേട്ടൻ, ജയേന്ദ്ര സാറ്. എന്ത് സംശയം ചോദിച്ചാലും ദാസേട്ടൻ രാഗപ്രവാഹം എന്നുള്ള ബുക്കിൽ നോക്കിയിട്ട് എനിക്ക് വിളിച്ചു പറഞ്ഞു തരും. ദാസേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ദാസേട്ടൻ എനിക്ക് വയലിൻ സമ്മാനം നൽകിയിട്ടുണ്ട്. തിരുവയ്യാറ് ത്യാഗരാജസ്വാമികളുടെ സംഗീത ഉത്സവത്തിൽ പാടാൻ ഗായത്രി വീണ വായിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ കഴിഞ്ഞ 31-ാം തീയതി ദുബായിൽ എനിക്ക് ഈണം സ്വരലയ അവാർഡ് ദാസേട്ടനാണ് നൽകിയത്. അതുകൂടാതെ ദാസേട്ടനോടൊപ്പം എനിക്ക് ശാസ്ത്രീയ സംഗീതം പാടുവാനുള്ള, അത് തായേ യശോദ, തോടി രാഗത്തിലുള്ള തായേ യശോദ എന്നുള്ള ഗാനം
ഒരുമിച്ച് പാടാനുള്ള ഭാഗ്യമുണ്ടായി. ദാസേട്ടൻ ഓരോ സംഗതികളും എനിക്ക് പഠിപ്പിച്ചു തന്നു, സ്റ്റേജ് വെച്ച് തന്നെ പഠിപ്പിച്ചു തന്നു, എന്നെക്കൊണ്ട് പാടിച്ചു. അതും എൻ്റെ ഒരു മഹാഭാഗ്യമാണ്. എനിക്ക് ഏറ്റവും വലിയ അവാർഡെന്ന് പറയുന്നത് അതാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സോങ്സൊക്കെ, എൻ്റെ ചിത്രത്തിലുള്ള സോങ്സ് രാഗ എന്നുള്ള സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. raga.com എന്നുള്ള സൈറ്റിൽ കയറുകയാണെങ്കിൽ അതൊരു ജെന്യുവിനായിട്ടുള്ള സൈറ്റാണ് അത്. അപ്പോൾ എൻ്റെ സോങ്സ് കേൾക്കണമെന്നുണ്ടെങ്കിൽ രാഗ എന്നുള്ള സൈറ്റിൽ കയറിയാൽ അത് കേൾക്കാൻ സാധിക്കും.